ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. സമയം 7 മണിയാണ് കേട്ടോ. 7 മണിയല്ല, 7:30 ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ചേച്ചി ഇന്നലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പോവാം. നിറ്റുവിൻ്റെ ചിറ്റയും നിറ്റുവും ഓടിക്കളിയിലാണ്. കിച്ചൻ നേരത്തെ കാലത്തെ വണ്ടി കയറിയിട്ടുണ്ട്. അമ്മ ബ്രൂട്ടീഷ്യനൊക്കെ കഴിഞ്ഞതാ വരുന്നു. ബ്രൂട്ടീഷൻ അമ്മ പറയും, ഞാൻ ബ്രൂട്ടീഷനൊന്നും ചെയ്യാറില്ല എന്ന് പറയും. അതെ, ചെറിയ ചെറിയ ബ്രൂട്ടീഷനേ ചെയ്യാറുള്ളൂ. ഇത് അടുത്ത വ്ളോഗർ ഇറ്റ്സ് മീ ലിബി എന്ന ചാനലിൻ്റെ ഉടമയാണ്. പ്ലീസ് എല്ലാവരും അവളുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാ ഗൈസ്, നമ്മൾ നമ്മുടെ ഹൈവേ റോഡിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ എവിടെ എത്തിയടാ? വട്ടപ്പാറ എത്തി. നമ്മൾ ഇനി കുറച്ചും കൂടിയൊക്കെ പോകാനുണ്ട്. അപ്പോൾ ദാ നമ്മളെല്ലാവരും ഉണ്ട്. നിറ്റു ബേബി ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഹായ് വ്ളോഗർ, ന്യൂ വ്ളോഗർ. ഹായ് കൊടുക്ക്. രാവിലെയാണ് കഴിച്ച്. നേരത്തെ എണീറ്റിട്ട് നല്ല ഉറക്കം വരിട്ട് സത്യം പറഞ്ഞ എല്ലാവർക്കും. പക്ഷെ എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോട്ടെ. നമ്മൾ കാടാമ്പുഴ അമ്പലത്തിലേക്കായിട്ട് പോണത്. നമ്മൾ ഒരുപാട് വർഷമായിട്ടുണ്ട് കാടാമ്പുഴ പോയിട്ട്. കിച്ചൻ പോകാറുണ്ട്, കാരണം കിച്ചൻ്റെ കോളേജ് അവിടെ അടുത്തായിരുന്നുണ്ട്. അവ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഒത്തിരി വർഷമായിട്ട്. ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ കുറേ വർഷം മുന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോട്ടെ. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ വണ്ടി പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാ തോന്നുന്നു ഇങ്ങനെ വരിയായിട്ട് ഇട്ടുള്ളത് അല്ലേ? സോറി ഗൈസ്, ഇത് പാർക്കിംഗ് ആണ്. ഞാൻ ഇതുപോലത്തെ കുറെ മണ്ടത്തരങ്ങൾ പറയും, നിങ്ങള് അതെ ക്ഷമിക്കുക. അത് അവിടെയാണ് കേട്ടോ നമ്മുടെ അമ്പലം. ഇതാ മെയിന് ആദ്യത്തെ കവാടാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. അപ്പൊ നമ്മൾ എന്തായാലും പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഒരു വീട്ടിൽ 2 വ്ളോഗേഴ്സ് ആയതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഞാൻ അവളെ എന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നടക്കുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ അമ്പലത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എല്ലാവരും കൂടെ. അച്ഛൻ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കൂടെ ഇല്ലാത്തത്. പിന്നെ ന്യൂ മെമ്പറായിട്ട് നിറ്റും ഉണ്ട്. പൂരി വെച്ച് അപ്പം നമ്മൾ തേങ്ങ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രാണ പൂജ എന്നുള്ള കടയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇതാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. അപ്പം ഞാനും കൂടെ ഒരു തേങ്ങ വാങ്ങിക്കട്ടെ. നിറ്റു എന്ത് ചെയ്യണ? ഹായ്, ഒരു ഫ്ലൈങ് കിസ് തരൂ. ഗുഡ് ഗേൾ കിച്ച. അപ്പം നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിയിട്ടോ. ചേച്ചി 2 ഞാൻ 1 വാങ്ങി. കുറച്ച് തേങ്ങ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പിന്നെ കുറേ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാഞ്ഞ്. എന്ത്? അപ്പം നമ്മൾ വഴിപാട് കൗണ്ടറിൽ വഴിപാട് രജിസ്റ്റർ ചെയ്യാൻ പോയതാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ. നമ്മൾ തൊഴുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. ആദ്യം ഇവിടെയൊക്കെ ഒന്ന് കയറി എൻക്വയറി ഒക്കെ നടത്തിയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. നല്ല ക്യൂ ആണ് തൊഴാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൽ. അങ്ങനെ ഗൈസ് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി. മുട്ടൊക്കെ അറുത്തു. വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയ ചെറിയ പ്രശ്നമുണ്ട്.
മുട്ടർത്തയിൽ. കുഴപ്പമില്ല, എന്നാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഉച്ചഭക്ഷണം കൂടെ കഴിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നെറ്റുവിനൊന്ന് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 6 മണി 6:30 ആയപ്പോൾ പാല് കുടിച്ചതാണ് അവൾ. അപ്പോൾ സമയം 11:30 ആയില്ല. അപ്പോൾ ഇനി അവൾക്ക് കുറച്ച് പാല് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഞാനിപ്പോൾ കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്മയും ചേച്ചിയൊക്കെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. കിച്ചൺ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തണലുള്ളൊരു സ്ഥലം നോക്കി വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഭയങ്കര വെയിലാണ് കേട്ടോ. നെറ്റുമണിയാണെങ്കിൽ ഇവിടെ ഓടിക്കളിയിലാണ്. കാണിച്ചു തരാം. നെറ്റു ഓടിക്കളിക്കുക. വെയിലത്തുനിന്ന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോരെ. ന്യൂ വ്ളോഗർ. തട്ടത്തിൻ മറയത്തെ സുന്ദരി, തട്ടത്തിൻ മറയത്തെ പാട്ട് ആണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. നോക്കൂ, തട്ടത്തിൻ മറയത്തെ സുന്ദരി. നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ക്യൂ നിൽക്കണം. അവിടെ ഫാനും ലൈറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും നീറ്റുവിനായിട്ട് വെയിലും കൊണ്ട് നമ്മൾ പോവുകയാണ്. പോയി നോക്കട്ടെ. എന്നുവെച്ചാൽ അവിടെ ക്യൂ നിന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞ്. അപ്പോൾ നമുക്കിന്ന് ചോറ്, സാമ്പാർ, പിന്നെന്തായിരുന്നത്, ചേമ്പന്താളും കിഴങ്ങും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇഷ്ടുകറി, എന്താ അങ്ങനെ ഒരു സംഭവം. പിന്നെ നെല്ലിക്ക അച്ചാറും തൈരും. ഇത്രയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്തോ തൈരോ മോരോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കും നല്ല ചൂടായിരുന്നു ഭക്ഷണം. അപ്പം എന്തായാലും നമ്മൾ കഴിച്ചു. ഇനി നമ്മൾ പോട്ടെ കേട്ടോ. ടാറ്റ തരൂ, ടാറ്റ. അമ്മ ഫോട്ടോ എടുത്ത എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ. കിച്ചൺ ഇവിടെ റെഡിയായി, പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പം നമുക്കിനി വണ്ടി കയറാം. അങ്ങനെ അതാ ഗൈസ്, നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നെറ്റുവിന് 1-2 ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹലോ നെറ്റുവിന് ഇപ്പം ഇഷ്ടമാണ് കേട്ടോ. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഉമ്മ തരാനും ചാറ്റ തരാനും ഒക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടി വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.